പാട്ട് കൊണ്ടൊക്കെ ഇലക്ഷൻ ജയിക്കും. എനിക്ക് തോന്നുന്നു 2025 അവസാനിക്കുമ്പോൾ റീക്യാപ്പ് ചെയ്യുമ്പോൾ സർക്കാർ എയറിലേക്ക് പോകുന്നൊരു പാട്ടാണ് അവസാനം ട്രെൻഡിങ് ആയി കത്തി നിൽക്കുന്നത്. ഇങ്ങനെ വേണം ഇലക്ഷൻ സോങ്, ഇതായിരിക്കണം ഇലക്ഷൻ സോങ്. ഈ അന്യ സംസ്ഥാന ആൾക്കാര് ശബരിമലയിലേക്ക് പോകുമ്പോൾ ഈ പാട്ട് ഇട്ടുകൊണ്ടാണ് പോകുന്നത്. ഇലക്ഷൻ വന്നതിനായിട്ട് വിജയാഘോഷത്തിൽ ഈ പാട്ട് ഉപയോഗിക്കുന്ന സമയത്ത് എന്റെ കമന്റ് ബോക്സ് നിറയെ സഹാക്കൾ എന്തൊക്കെ പറഞ്ഞാലും പാട്ട് അടിപൊളിയാണ്. രാഹുൽ മാങ്കൂട്ട ഔട്ട്. മാക്സിമം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു ആയുധമായിരുന്നു അവരത് പ്രയോഗിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെ വെച്ചിട്ട് ഇതങ്ങ് തിരിപ്പിക്കാം എന്നുള്ളതായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ നല്ല രീതിക്ക് പാളിപ്പോയിട്ടുണ്ട് എവിടെയോ. ഇത് സർക്കാരിന് ഇത് ഏത് രീതിയിലാണ് ഡിഫെൻഡ് ചെയ്യണ്ടെന്ന് പോലും അറിയാത്തൊരു ഘട്ടമായിരുന്നു. 2025 ഈ പാട്ട് തൂക്കി. ചിത്രേ, 2025 അവസാനിക്കുന്ന ആ ഒരു ഘട്ടത്തിലേക്കാണ് നടക്കുന്നത്. സാധാരണ 2025 കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് അടുത്ത വർഷം തുടങ്ങുമ്പോഴത്തേക്ക് ഒരു റീക്യാപ്പ് സംവിധാനങ്ങളൊക്കെ ഇല്ലേ. അതിനകത്തിൽ ഒരു വർഷത്തിൽ ട്രെൻഡിങ് ആയി മാറിയിട്ടുള്ള കുറേയധികം സംവിധാനങ്ങൾ. എനിക്ക് തോന്നുന്നു 2025 അവസാനിക്കുമ്പോൾ റീക്യാപ്പ് ചെയ്യുമ്പോൾ സർക്കാർ എയറിലേക്ക് പോകുന്നൊരു പാട്ടാണ് അവസാനം ട്രെൻഡിങ് ആയി കത്തി നിൽക്കുന്നത്. എല്ലാവരും ഒരേപോലെ ഒരു പാട്ട് കൊണ്ടൊക്കെ ഇലക്ഷൻ ജയിക്കൂ. പക്ഷെ ആ പാട്ട് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് മാറി. ഞാനിടക്ക് ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുമ്പോഴേക്കും ബോറടിച്ചിരിക്കുമ്പോൾ ആ ഒരു സോങ് ഇങ്ങനെ വരുന്നുണ്ട്. അതിൻ്റെ ഒറിജിനൽ വേർഷൻ ഒന്നും അല്ല, നമ്മൾ ഈ കറക്റ്റ് ഈ ലിറിക്ക് തന്നെയാണ് പാടുന്നത്. അത് ഇങ്ങനെ യൂസ്ഡ് ആവുന്നുണ്ട് നമ്മുടെ. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഇലക്ഷൻ കഴിഞ്ഞു, എല്ലാവരും കഴിഞ്ഞിട്ടാണെങ്കിലും മറക്കാതിരിക്കുന്നത് ഈ പാട്ട് മാത്രമായിരിക്കും. അതിൻ്റെ മറ്റൊരു വെർഷൻ ഞാൻ ഇന്നലെ കണ്ടത്, ഞാനൊരു റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കർണാടകയിൽ നിന്നുള്ള കർണാടക രജിസ്ട്രേഷൻ വണ്ടിയാണത്. അതിനകത്തിൽ അയ്യപ്പ ഭക്തന്മാർ ഈ പാട്ടിട്ടുകൊണ്ട് ശബരിമലയിലേക്ക് പോകുന്നൊരു റീലിയൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആദ്യം ട്രോൾ വന്ന സമയത്ത് കേട്ടതായിരുന്നു. ഇതിനകത്തിൽ നമുക്കും അറിയാം, നമ്മൾ ഈ അന്യഭാഷ പാട്ടുകളൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് അതിന് അർത്ഥം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഭംഗി കൊണ്ടാണ് പലതും ആസ്വദിച്ചു ചെയ്യുന്നത്. അപ്പൊ അതിനകത്തില് ഈ അയ്യപ്പ എന്നുള്ളൊരു കാര്യം ലിറിക്സിന്റെ അവസാനമുണ്ട്. ഇവര് വിചാരിച്ചു അയ്യപ്പന്റെ ഭക്തിഗാനമാണെന്നുള്ളത്. അയ്യപ്പൻ ട്രെൻഡിങ് സോങ് എന്ന രീതിയിൽ ഇപ്പൊ ഗൂഗിളിലോ യൂട്യൂബിലോ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം വരുന്ന പാട്ട് ഇതാണ്. കാരണം നിലവിൽ ട്രെൻഡിങ് ആയിരിക്കുന്ന പാട്ടായതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ അന്യ സംസ്ഥാന ആൾക്കാര് ശബരിമലയിലേക്ക് പോകുമ്പോൾ ഈ പാട്ട് ഇട്ടുകൊണ്ടാണ് പോകുന്നത്. ഇതിന്റെ ഒരു കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാല് കുറേ അധികം രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഞാൻ കണ്ട സമയത്ത് ശബരിമല പ്രശ്നമൊന്നും അല്ലെങ്കിൽ ശബരിമല ഒന്നും വലിയ വിഷയമായി പോവത്തില്ല, വീണ്ടും LDF തന്നെ ആയിരിക്കും പോകുന്നത്, ആ രീതിയിലായിരുന്നു വിചാരിച്ചത്. പക്ഷെ ഒരു പാട്ട് വന്നത് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ ഇലക്ഷൻ കഴിഞ്ഞ് പിന്നെ കാണുന്നത് ഒരു തൂത്തുമാരി എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് LDFനെ ഒന്നും കാണാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും കുറെ കഴിയുമ്പോൾ ആൾക്കാർ മറന്നു പോകുമല്ലോ. പക്ഷെ ഈ പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഭയങ്കരമായിട്ട് ഓർമ്മ കിട്ടും. ഇപ്പൊ അതിലേക്ക് ഓർത്ത് കഴിഞ്ഞാൽ മനസ്സിലാവുന്നൊക്കെ കുറേ നാളുകൾ മുമ്പുള്ള സിനിമാ ഗാനങ്ങൾ വരെ നമുക്ക് ചിലപ്പോൾ അതിന്റെ ലിറിക്ക് ഉൾപ്പെടെ നമുക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. ഇത് നമുക്ക് കറക്റ്റായിട്ട് ഓർമ്മയുണ്ട്. കാരണം അന്ന് നടന്നിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതുപോലെ പാട്ടായിട്ട് പറയാ. ആരാ പഠിച്ചു വെക്കാണ്ടിരിക്കുന്നത്? ഇന്റർനാഷണൽ ഊക്ക് എന്ന് കാണുന്നത്. ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ കാണുന്നത് UK, കാനഡ, പല രാജ്യങ്ങളിൽ നിന്നും ഇതിന്റെ ഇന്റർനാഷണൽ ഊക്കാണ് ഈ പാട്ട് വെച്ചത്. എനിക്ക് തോന്നുന്നു പല സഖാക്കളും ഈ പാട്ട് പാടുന്നുണ്ട്. അതിനകത്ത് ഞാൻ കുറേ കമന്റ്സ് കണ്ടു. ഈ പാട്ടിന്റെ ഈ കലാശക്കൂട്ടിനകത്ത് ഈ പാട്ട് ഉപയോഗിക്കുന്നതിന്റെ അപ്പുറത്തേക്കും ഇലക്ഷൻ വന്നതിനായിട്ട് വിജയാഘോഷത്തിൽ ഈ പാട്ട് ഉപയോഗിക്കുന്ന സമയത്ത് എന്റെ കമന്റ് ബോക്സ് നിറയെ സഹാക്കൾ എന്തൊക്കെ പറഞ്ഞാലും പാട്ട് അടിപൊളിയാണ്, രാഷ്ട്രീയം വേറെ. പക്ഷെ ഈ പാട്ട് കേട്ടിട്ട് അതിനകത്തിലൊരു കുറ്റം പറയാൻ വേണ്ടി തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു LDF കുറച്ചും കൂടെ ഒന്ന് ഇങ്ങനത്തെ പാട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഇറക്കേണ്ടതായിരുന്നു. എന്ത് പറഞ്ഞിറക്കാനാ? ഇറക്കാനാണെങ്കിൽ എന്ത് പറഞ്ഞ് നമ്മൾ ഇറക്കും. അങ്ങനെ ഇവർക്ക് പിന്നെ പറയാൻ ഒരുപാട് ഉള്ളത് കൊണ്ട് പാട്ടിന്റെ ലിറിക്സ് എഴുതാനായിട്ട് വലിയ താമസമൊന്നും വന്നിട്ടുണ്ടാവില്ല. കുറെ ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് എഴുതി വെക്കാനായിട്ട് കുറെ ഉണ്ട്. പിന്നെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കും ഓർമ്മ കിട്ടുന്ന കാര്യങ്ങൾ. ഇതിന്റെ ഇടയിൽ കുറെ കമന്റുകൾ വന്നിട്ടുണ്ട്. അയ്യപ്പനെ തൊട്ട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് അതിന്റെ പുറകെ പോയിട്ട്. പാട്ട് ട്രെൻഡിങ് ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് 7 വർഷം എന്നൊക്കെ കാണുന്നത്. മുഖ്യമന്ത്രിയും അതേപോലെ ആ പാട്ടിനകത്തുള്ള പോറ്റിയൊക്കെ വെച്ചിട്ട് ആ പാട്ടിൽ എന്താണോ പറഞ്ഞത്, ഈ പോറ്റിയെ കേറ്റിയെ ആ സാധനം നമുക്കത് പാടിയാലോ?
ധരിക്കുന്നു പാടാൻ. അല്ല പാടിയാലും വളരെ ട്രെൻഡിങ് ആയിട്ടല്ല, എല്ലാവർക്കും കേട്ട് ഇഷ്ടപ്പെടാനുള്ള ഒരു പാട്ടായതുകൊണ്ട് രസമുണ്ടല്ലേ, ഭയങ്കര രസമുള്ളൊരു പാട്ടാണ്. നമുക്ക് ഓൾറെഡി സ്വാമി അയ്യപ്പ ആ പാട്ട് അറിയാവുന്നത് കൊണ്ട് നമ്മളിങ്ങനെ കേട്ട് തഴമ്പിച്ചിട്ടുള്ളത് കൊണ്ടും ഈ പാട്ട് നമ്മുടെ മനസ്സിലേക്ക് എത്താനായിട്ട് അത്ര ബുദ്ധിമുട്ട് വന്നില്ല. എനിക്ക് തോന്നുന്നു അയ്യപ്പ ആ ഒരു മണ്ഡലകാലം ആയതുകൊണ്ട് ഈ പാട്ട് എന്തായാലും ട്രെൻഡിങ് ആവും എന്നറിയാം. അല്ലെങ്കിൽ എന്താണ് അത് നല്ല റീച്ചുള്ള സോങ് ആണെന്നറിയാം. അപ്പൊ പിന്നെ ഇലക്ഷനും കൂടി ആയപ്പോൾ അത് ബ്ലെൻഡ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. അത് തന്നെയാണ് ഇതിന്റെ ഒരു സക്സസ് ആയിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ. ഇങ്ങനെ വേണം ഇലക്ഷൻ സോങ്, ഇതായിരിക്കണം ഇലക്ഷൻ സോങ്. ഇത്രയും കാലത്തെ ഇലക്ഷൻ സോങ്ങുകളെയൊക്കെ ഈ ഒറ്റ പാട്ട് കൊണ്ട് കോൺഗ്രസ് തൂക്കി എന്നാണ് പറയുന്നത്. ബാക്കിയെല്ലാം നമ്മൾ തന്നെ ഈ വിജയാഘോഷമൊക്കെ എടുക്കുന്ന സമയത്ത് മൊത്തം ഒരു മാപ്പിളപ്പാട്ട് സോങ് എന്ന് വെച്ചാൽ നമ്മൾ കേട്ട് പരിചിതമായ കുറേ സോങ്ങുകൾ പഴയത് ഞാനിവിടെ എഡിറ്റേഴ്സ് ഒക്കെ എടുക്കുന്ന കണ്ടപ്പോഴും ആ ഒരു ഇത് തന്നെയാണ് കണ്ടത്. പിന്നെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഇതങ്ങ് ട്രെൻഡിങ് ആയി മാറുന്നൊരു കാര്യം കാണുന്നത്. ഈ പറയുന്ന ഈ കലാശക്കൊട്ട് സമയത്ത് ഞാൻ ഈ പാട്ടിടുന്നതിൻ്റെ കൂട്ടത്തിൽ അപ്പുറത്തൊരു ചെമ്പും പിന്നെ കഴുത്തിൽ സ്വർണ്ണമൊക്കെ ഇട്ടിട്ട് UDF പ്രവർത്തകരും അപ്പുറത്തെ LDF പ്രവർത്തകരുടെ കയ്യിലൊരു കോഴിയും പിന്നെ ഒരു പാവയുമാണ് കണ്ടത്. കോഴിയെ ഉദ്ദേശിച്ചത് രാഹുൽ മാങ്കൂട്ടമാണ്, പാവ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതിന്റെ ട്രോള് അതിന്റെയൊക്കെ കമന്റ് ബോക്സ് നോക്കിയ സമയത്ത് കോഴിയായിട്ട് നിങ്ങൾ മുകേഷിനെ ആയിരിക്കും സങ്കല്പിച്ചത്, പാവ ചിലപ്പോൾ മുകേഷിന്റെ കുട്ടിയായിരിക്കും. ഇതിന് മാത്രല്ലായിരുന്നു, മറ്റേ ലോകയിലെ ഒരു സോങ് ഉണ്ടായിരുന്നല്ലോ, തനിരോഗമുറക്കാരി. ആ പാട്ട് വെച്ചിട്ട് ഒരുപാട് അതായിരുന്നു തുടക്കം. ശരിക്കും പറഞ്ഞാൽ ആ പാട്ട് വെച്ച് നമ്മള് തുടക്കം കണ്ടു തുടങ്ങിയത് ഇലക്ഷന്റെ. പക്ഷെ ഈ പാട്ടിനെ മറികടന്നാണ് ഈ നമ്മുടെ UDFന്റെ ഈ ഒരു നല്ല അടിപൊളി പാട്ട് വന്നത്. അതോടുകൂടി മറ്റേ പാട്ടിന്റെ അന്ത്യമായി. എന്നാലേ അവിടെ ഇവിടെയൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് ഇനി ഇവിടെ ട്രെൻഡിങ് ആവാൻ പോകുന്നത് ഈ ഒരു പാട്ടായിരിക്കും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇലക്ഷന് വോട്ട് ചെയ്യാൻ പോയ ആൾക്കാരൊക്കെ ഇത് പാടിയിട്ടാണ് പോയിട്ടുണ്ടാവുക. ഇത് സർക്കാരിന് ഇത് ഏത് രീതിയിലാണ് ഡിഫെൻഡ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്തൊരു ഘട്ടമായി പോയി. എന്താ പറയേണ്ടത്? അല്ലെങ്കിൽ നമുക്കിപ്പോ ബാൻ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ബാൻ ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ ഇത് റിമൂവ് ചെയ്യിപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ അവരത് ചെയ്യിപ്പിക്കുമായിരുന്നു. കാരണം ഭയങ്കരമായിട്ടുള്ള ഒരു ഇത് കേട്ട് കഴിഞ്ഞിട്ട് അത് ഇഷ്ടപ്പെട്ടു പോകും. ഏത് ഇപ്പൊ ഒരു LDFകാരനാണെങ്കിൽ ഈ പാട്ട് കേട്ടാൽ ഇഷ്ടപ്പെട്ടു പോകും. അതിന് രസമുള്ള സോങ് ആയിരുന്നു, അലമ്പില്ലാത്തൊരു സോങ് ആയിരുന്നത്. പോറ്റിയെ തൂക്കിയേ സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണപ്പാളികൾ മാറ്റിയേ സ്വർണപ്പാളികൾ മാറ്റിയേ പിന്നെന്താ LDF എന്താ സർക്കാർ ഇത് സ്വർണം കെട്ടവരാണ് സഖാക്കളാണ് അയ്യപ്പ. എന്തായാലും എലക്ഷൻ സംബന്ധിച്ച് ഒരു എല്ലാവർക്കും വീണ്ടും ഒന്ന് ഉയർന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് എനിക്ക് തോന്നുന്നു മിനിമം ഒരു 30% വോട്ടുകളെങ്കിലും ഈ പാട്ട് ഈ പറയുന്ന ബാക്കി എതിർ പാർട്ടിക്കാർക്ക് കൊടുത്തിട്ടുണ്ടാവും. ഈ BJP ലീഗും കോൺഗ്രസും ബാക്കി എന്തൊക്കെ പാർട്ടികളുണ്ട് ഇതെല്ലാം ഈ പാട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി എല്ലാ വിജയാഘോഷത്തിനകത്തിലും CPM ഒഴികെയുള്ള ബാക്കി എല്ലാവരും ഈ പാട്ട് ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് ശക്തിയേറിയ ഒരു പാർട്ടി ആയിരുന്നല്ലോ LDF എന്ന് പറഞ്ഞാൽ. പെട്ടെന്ന് പ്രവർത്തനം നല്ല ഭയങ്കരമായിട്ട് പണിയെടുത്തു. പക്ഷെ അതിന്റെ ഇടയിൽ ഇങ്ങനത്തെ കുറെ മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടുണ്ടല്ലോ ഇത് വെളുപ്പിക്കാൻ പറ്റാതായിപ്പോയി ഈ ഒരു പ്രാവശ്യം. പണിയെടുത്തിട്ടുണ്ടാവും, നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ടാവും. എന്താണെന്നറിയോ, രാഹുൽ മാങ്കൂട്ട ഔട്ട്. മാക്സിമം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു ആയുധമായിരുന്നു അവരത് പ്രയോഗിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെ വെച്ചിട്ട് ഇതങ്ങ് തിരിപ്പിക്കാം എന്നുള്ളതായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ നല്ല രീതിക്ക് പാളിപ്പോയിട്ടുണ്ട് എവിടെയോ. തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ എന്ന രീതിയില് എനിക്ക് തോന്നുന്നു സഖാക്കളല്ല ഇപ്പൊ കൂട്ടം കൂടിയിരുന്നിട്ട് മറ്റേ പാപ്പിയപ്പച്ചാല് മറ്റേ സോഫയിൽ ഇങ്ങനെ ഇരിക്കുന്ന പോലെ എവിടെയാണ് നമുക്ക് പാളിയത്. എല്ലാം കൃത്യമായിരുന്നല്ലോ. കൃത്യമായി ആദ്യം ഒരു പീഡനം നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടു, രണ്ടാമത് വീണ്ടും ഒരു പീഡനം ചർച്ച കൊണ്ടുവന്നു, രാഹുൽ ഈശ്വറിനെ പിടിച്ചകത്തിട്ടു. കൃത്യമായി എല്ലാ കളങ്ങളും കോൺഗ്രസിനെതിരായിരുന്നല്ലോ. പിന്നെ ഈ പാട്ട് എനിക്ക് ഈ പാട്ട് എഴുതിയ ആളെ തപ്പിട്ടൊക്കെ പോയിട്ടുണ്ടെന്നാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അയാളെ കാണണമെന്നുണ്ട്, കുഞ്ഞബ്ദുള്ള. എനിക്ക് ആളെ ഒന്ന് കണ്ട് സംസാരിക്കണം എന്നുണ്ട്. ഇതാവണം പാർട്ടി സോങ്. അതെ, ഇതാവണം പാർട്ടി സോങ്. എന്തായാലും 2025
ഈ പാട്ട് തൂക്കി. പാട്ട് തൂക്കി. ഇന്റർനാഷണൽ ഊക്ക് കേരളത്തിനെ വീണ്ടും എല്ലാവർക്കും മനസ്സിലാകാൻ അല്ലെങ്കിൽ ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിട്ട്. ഇവിടുത്തെ ഒരു ഇലക്ഷൻ ഓളം എന്ന് പറയുന്നത് ഇത്ര നാളില്ലായിരുന്നു ചിത്ര ഓണം. ഇലക്ഷൻ നമ്മൾ പറയുന്നുണ്ടായിരുന്നല്ലോ, എന്ത് ഇലക്ഷൻ ആയത്, വലിയ രസമൊന്നുമില്ല. പക്ഷെ അവസാന ഘട്ടത്തിലാണെങ്കിലും ഇലക്ഷൻ തൂക്കി എന്ന് വേണം പറയാൻ. ഈ നിയമസഭയിൽ നമ്മൾ ഈ പാട്ട് തന്നെ കേൾക്കണമല്ലോ എന്നുള്ളൊരു ആവട്ടെ, ഇതുപോലുള്ള സോങ്സുകൾ വരട്ടെ, അങ്ങോട്ടും വീണ്ടും എഴുതിക്കോ. അതെ നിയമസഭ വരാൻ പോവാണ്. അതെ.